അയാൾ ഒരു നിമിഷം പരിഭ്രാന്തനായിപ്പോയി. അപമാനഭാരത്താലുള്ള നിസ്സഹായാവസ്ഥ അയാളുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അയാൾക്കപ്പോൾ തോന്നിയത്. ഇന്ന് അയാളുടെ മകൾ എല്ലാവരുടെയും മുന്നിൽ അയാളുടെ തല കുനിച്ചു കളഞ്ഞു. അഖിൽ ബാബു, അവൾ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെയാണ് അവൾ. ഹരിശങ്കർ ശർമ്മയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. വാക്കുകൾ ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. സാവിത്രി അമ്മ ഇടതടവില്ലാതെ തൻ്റെ സാരിത്തുമ്പ് തിരുമ്മിക്കൊണ്ടിരുന്നു. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും സംസാരിക്കാനുള്ള ധൈര്യം അവർക്കും ഉണ്ടായിരുന്നില്ല. ഒരു വാക്കുപോലും പറയാതെ സ്വന്തം കല്യാണ ദിവസം തന്നെ വീട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ നടന്നിട്ടും നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് അഭിനയിക്കുകയാണോ? അഖിലിൻ്റെ ശബ്ദത്തിൽ പരിഹാസവും ദേഷ്യവും വ്യക്തമായിരുന്നു. അവൻ എന്തോ പറഞ്ഞു ആഞ്ഞുകൊണ്ട് ഒരടി മുന്നോട്ട് വെച്ചു. എന്നാൽ അവൻ്റെ അമ്മ സുജാതയമ്മ മുന്നോട്ട് വന്ന് അവനെ തടഞ്ഞു. മോനെ, ഇത് ദേഷ്യപ്പെടേണ്ട സമയമല്ല. ആദ്യം അവൾ എങ്ങോട്ടാണ് പോയതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സുജാതമ്മയുടെ ശബ്ദത്തിലും പരിഭ്രാന്തിയും നിരാശയും ഒരുപോലെ നിറഞ്ഞിരുന്നു. തൻ്റെ മരുമകൾ കാരണം ഉണ്ടായ ഈ അപമാനത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ മാനം പോയതിനെക്കുറിച്ചും ആലോചിച്ചവർ ഉള്ളുകൊണ്ട് വിറക്കുകയായിരുന്നു. അവർ ഉള്ളിൽ നന്നായി പേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മകൻ്റെ മുന്നിൽ ധൈര്യമുള്ളതുപോലെ വെറുതെ അഭിനയിക്കുകയായിരുന്നു. അമ്മേ, ശരിക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അമ്മക്ക് മനസ്സിലാകുന്നുണ്ടോ? അവർ നമ്മളെ ക്രൂരമായി ചതിച്ചു. എന്നിട്ടും അമ്മ എന്താ ഈ സമയത്ത് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്? അഖിലിൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ദേഷ്യം കൊണ്ടവൻ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. നെറ്റിയിലെ ഞരമ്പുകൾ തടിച്ചു വീർത്തു. ഈ ലോകം മുഴുവൻ തീയിടാനുള്ള അത്രയും ദേഷ്യം അവന് വരുന്നുണ്ടായിരുന്നു. കല്യാണ മണ്ഡപത്തിൽ ഇരിക്കേണ്ട പെൺകുട്ടി കല്യാണത്തിന് തൊട്ടു മുമ്പ് അവൻ്റെ മുഖത്ത് കരിവാരി തേച്ച് ഓടിപ്പോയിരിക്കുന്നു. കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ നേരെയായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് അഖിലിൻ്റെ കൈകളിൽ പിടിച്ചു. തകർന്നു പോകുന്ന ആ നിമിഷത്തെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് പോലെ. ദൈവത്തെ സാക്ഷിയാക്കി പറയുകയാണ് മോനെ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അമൃത ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൾ ചെറുപ്പം മുതലേ ഇത്തിരി വാശിക്കാരിയായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു തെറ്റ് അവൾ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേയില്ല. വിറക്കുന്ന ശബ്ദത്തോടെ അവർ പറഞ്ഞു. ഓരോ വാക്കിലും അവരുടെ ഉള്ളിലെ സങ്കടം പുറത്തു വരുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നാണക്കേടും പശ്ചാത്താപവും നിസ്സഹായാവസ്ഥയും ഒന്നിച്ച് കാണാമായിരുന്നു. അഖിൽ അവരെ ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കി. അവർ പറയുന്ന ഓരോ വാക്കും വിശ്വസിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നത് പോലെ തോന്നിച്ചു. വാശിക്കാരിയോ? നിങ്ങളുടെ ആ വാശിക്കാരിയ മകൾ ഇന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാനം മണ്ണിൽ കലക്കി. നിങ്ങൾക്കതിൻ്റെ ഗൗരവം വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അവളെ വെറുതെ വിടില്ല, കൊന്നുകളയും അവളെ ഞാൻ. അവൻ ദേഷ്യം കൊണ്ടലറി. ദേഷ്യം കാരണം അവൻ്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ തെളിഞ്ഞിരുന്ന ദേഷ്യം മുഴുവൻ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചതുപോലെയായിരുന്നത്. സുജാത മേഡം വീണ്ടും അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ഇത്തവണ അഖിൽ ആരുടെയും വാക്ക് കേൾക്കുന്ന അവസ്ഥയിലല്ലായിരുന്നു. അഖിൽ, നീ അങ്ങനെ സംസാരിക്കരുത്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആലോചിക്കാം. മാനം പോയത് നമ്മുടെ മാത്രമല്ല, അവരുടെ കൂടെയാണ്. സുജാതയുടെ വാക്കുകൾ ഒരു യാചനയുണ്ടായിരുന്നു. ഒരു അമ്മയുടെ നിസ്സഹായാവസ്ഥ അതിൽ കാണാമായിരുന്നു. പക്ഷേ അഖിൽ പെട്ടെന്ന് അവരുടെ കൈ തട്ടിമാറ്റി വേഗത്തിൽ വാതിലിന് നേരെ നടന്നു പുറത്തുപോയി. അവൻ ഇറങ്ങിപ്പോയതോടെ ആ ഹാളിലാകെ ഒരു നിശബ്ദത പടർന്നു. എല്ലാവരുടെയും മുകൾ ജീവനറ്റതുപോലെയായി. ഓരോരുത്തരുടെയും കണ്ണുകളിൽ ആശങ്കയും അത്ഭുതവുമായിരുന്നു. ഹരിശങ്കർ ശർമ്മ അപമാനഭാരം സഹിക്കാനാവാതെ തളർന്നു തല കുനിച്ചു നിന്നു. സാവിത്രിയമ്മ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിലത്തിരുന്നു പോയി. അനന്യ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. തൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ തകർന്നു പോകുന്നതും അപമാനിതരാകുന്നതും കണ്ട് അവരുടെ കണ്ണുകളിൽ സങ്കടവും നിസ്സഹായാവസ്ഥയും നിറഞ്ഞ കണ്ണീർ പടർന്നു. അമൃത തൻ്റെ സ്വപ്നങ്ങൾക്ക് പുറകെ ഓടി ഇവരുടെയെല്ലാം അന്തസ്ഥാനത്ത് ചവിട്ടിമെതിച്ചത്. ഇപ്പോൾ ആ ഒരൊറ്റ കാരണം ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എല്ലാവരുടെയും ജീവിതത്തെ സാരമായി ബാധിക്കാൻ പോവുകയാണ്. വളരെ ഗുരുതരമായി തന്നെ. എത്ര സമയം കടന്നുപോയി എന്നറിയില്ല. പക്ഷേ സമയം അവിടെ തന്നെ നിശ്ചലമായ പോലെ തോന്നി. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അഖിലിൻ്റെ ശബ്ദം ആ ലിവിംഗ് റൂമിലാകെ മുഴങ്ങി. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു തുടത്തിരുന്നു. കണ്ണുകളിൽ തീപ്പൊരി പാറുന്നുണ്ടായിരുന്നു. അവൻ ഹരിശങ്കർ ശർമ്മയുടെ മുന്നിൽ വന്നു നിന്നു. അദ്ദേഹം തല കുനിച്ച് നിശബ്ദനായി അവൻ്റെ വാക്കുകൾ കേൾക്കുകയാണ്. അങ്കിൾ, നിങ്ങളുടെ മകൾ ഒളിച്ചോടിപ്പോയി. ഇപ്പോൾ ഞാനിവിടെ ഒന്നും അറിയാത്തതുപോലെ വെറുതെ ഇരിക്കണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എൻ്റെ മര്യാദയും അന്തസ്സുമെല്ലാം തെരുവിൽ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു മറുപടി പോലുമില്ലല്ലോ. അഖിലിൻ്റെ തൊണ്ടിൽ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് ഇരച്ചു കയറി. മോനെ, നിന്റെ സങ്കടവും അപമാനവുമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. അമൃത ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. എന്നാൽ സാവിത്രി അമ്മ പകുതിക്ക് വെച്ച് അയാളുടെ വാക്കുകൾ തടഞ്ഞുകൊണ്ട്
പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ നീ ഞങ്ങളുടെ ചെറിയ മകൾ അനന്യയെ കല്യാണം കഴിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ ആ വാക്കുകൾ കേട്ടതും അഖിൽ ഒരു നിമിഷം തരിച്ചുപോയി. അവൻ അത്ഭുതത്തോടെ അവരെ നോക്കി. അവർ പറഞ്ഞതവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടു പിന്നാലെ അവൻ്റെ കണ്ണുകളിൽ ഒരു പുതിയ കടുത്ത ദേഷ്യം പ്രകടമായി. എന്താ എന്തൊക്കെയായി പറയുന്നത് നിങ്ങൾ? ഒരു മകൾ ഒളിച്ചോടിയെന്ന് കരുതി ഇപ്പോൾ രണ്ടാമത്തെ മകളെ ഇതിലേക്ക് വലിച്ചേച്ച് ബലിമൃഗമാക്കാൻ നോക്കുകയാണോ? അവൻ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് ചോദിച്ചു. മോനെ, ഇത് അവളെ ബലിമൃഗമാക്കലല്ല. അനന്യ ഞങ്ങളുടെ മകളാണ്. അവൾക്ക് നിങ്ങളുടെ അന്തസ്സും സങ്കടവുമൊക്കെ മനസ്സിലാകും. അവൾ ഈ ബന്ധം നിലനിർത്തുമെന്നും നിന്റെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം നിറക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ അഖിൽ അപ്പോഴും അമ്മ പറഞ്ഞ വാക്കുകൾ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവൻ്റെ കൺമുന്നിൽ 18 വയസ്സുള്ള പാവത്താനായ അനന്യയുടെ മുഖം തെളിഞ്ഞു വന്നു. ഇതെങ്ങനെ സാധ്യമാകും? അവൾ അത്രയും ചെറിയൊരു കുട്ടിയാണ്. അവൻ എങ്ങനെ കല്യാണം കഴിക്കും? അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അവൻ്റെ തല പുകയാൻ തുടങ്ങി. അവൻ 32 വയസ്സുള്ള നല്ല പക്വതയുള്ള നല്ല ശരീരവുമുള്ളൊരു പുരുഷനാണ്. അനന്യയെ കണ്ട തൊട്ടാവാടി പോലെയാണ്. 18 വയസ്സുള്ള ഒരു പാവം പെൺകുട്ടി. അവൻ എന്തോ പറയാൻ വേണ്ടി ചുണ്ടനക്കിയപ്പോഴേക്കും കറക്റ്റ് സമയത്ത് അനന്യ ലിവിംഗ് റൂമിൻ്റെ വാതിൽക്കൽ വന്നു നിന്നു. അവളുടെ മുഖത്ത് പേടിയും പരിഭ്രമവും വ്യക്തമായി കാണാമായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞതെല്ലാം അവൾ കേട്ടിരുന്നു. ഇപ്പോൾ അവൾ ധൈര്യം സംഭരിച്ച് അഖിലിൻ്റെയും അവൻ്റെ മാതാപിതാക്കളുടെയും മുന്നിലേക്ക് വന്നു നിന്നു. എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. ഞാൻ റെഡിയാണ്. അവൾ വളരെ പതുക്കെയാണ് പറഞ്ഞതെങ്കിലും ആ ശബ്ദത്തിൽ ഒരു പ്രത്യേക ദൃഢതയുണ്ടായിരുന്നു. അഖിലിന് തൻ്റെ ചെവികളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. അല്ല, ഈ ഒരു തീരുമാനം നിന്റെ ജീവിതത്തെ അത്രമാത്രം മാറ്റുന്നതിനെക്കുറിച്ച് നിനക്ക് വല്ല ധാരണയുമുണ്ടോ? നീ എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനമെടുക്കുന്നതെന്ന് നിനക്കറിയാമോ? അനന്യ പതിയെ തലയാട്ടി. എനിക്കറിയാം, പക്ഷേ ഇത് എൻ്റെ മാതാപിതാക്കളുടെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഈ കല്യാണം കഴിക്കുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ്. അവളത് പറഞ്ഞതും അവിടെയുണ്ടായിരുന്ന എല്ലാവരും മിണ്ടാതായിപ്പോയി. ആർക്കും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സുജാതയും രാജേഷും അവളുടെ അടുത്തേക്ക് വന്ന് തോൾ കൈവച്ച് അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. സമ്മതിക്കും മോനെ, ഇത് 2 കുടുംബങ്ങളുടെയും പ്രശ്നമാണ് എന്ന് അവരുടെ കണ്ണുകൾ അപേക്ഷിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു. അഖിൽ തലക്ക് കൈ കൊടുത്തിരുന്നു പോയി. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സാഹചര്യം വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ആ വീടാകെ വിചിത്രമായ നിശബ്ദതയിൽ മുങ്ങിപ്പോയി. എല്ലാവരും അവരുടെ ചിന്തകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹരിശങ്കർ ശർമ്മ അവർ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. മകൾ ചെയ്ത വലിയ ത്യാഗമൂർത്ത് സാവിത്രിയമ്മയുടെ മനസ്സ് വിങ്ങുന്നുണ്ടായിരുന്നു. സാധാരണ ഒരു വധുവിൻ്റെ മുഖത്തുണ്ടാകാറുള്ള ആ ഒരു പ്രസന്നതയോ തിളക്കമോ ഒന്നും അന്നയുടെ മുഖത്തില്ലായിരുന്നു. അഖിൽ ഈ സമയം ഒരു മൂലയിൽ മാറി നിൽക്കുകയായിരുന്നു. ഈ കല്യാണം തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം തന്നെയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. തൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. പക്ഷേ ഒരു പെൺകുട്ടിയുമായി ജീവിതം പങ്കിടുക, അതും പരസ്പരം താല്പര്യമില്ലാതെ നിർബന്ധിതാവസ്ഥയിലെടുത്ത തീരുമാനങ്ങളുടെ നടുവിൽ ജീവിക്കുക എന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് അവൻ അറിയാമായിരുന്നു. പൂജാരി കല്യാണ ചടങ്ങുകൾക്കായി 2 പേരെയും അടുത്തടുത്തായിരുത്തി. അഖിൽ അനന്യയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അതിൽ യാതൊരുവിധ സന്തോഷമോ ആവേശമോ ഉണ്ടായിരുന്നില്ല. അനന്യ നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ മാതാപിതാക്കളെ നോക്കി. ഈ ഒരു ഭാരം അവൾ മനസ്സിലാക്കണമെന്ന രീതിയിലുള്ള ഒരു യാചന അവരുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. അതിനുശേഷം അവൾ നിശബ്ദയായി അഖിലിനൊപ്പം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. 3 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലെത്തി. അന്ന് രാത്രി അവൾ ഭയത്തോടെ റൂമിലേക്ക് കയറി. അവിടെ കട്ടിലിൽ വന്നിരുന്നു. സുജാതമ്മ അവളെ അഖിലിൻ്റെ മുറിയിലാക്കിയാണ് പോയത്. കട്ടിൽ ഇരുത്തിയ ശേഷം അവർ അവളോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. ആശ്വസിപ്പിച്ചിരുന്നു. മോളെ, നിന്റെ മനസ്സിലെ പേടിയൊക്കെ മാറ്റിക്കളയൂ. ഞങ്ങളുടെ അഖിൽ പുറമെ എത്ര കാർക്കശ്യമുള്ളവനായി തോന്നിയാലും അത്രക്ക് കഴിഞ്ഞ ഹൃദയനൊന്നുമല്ല. ഈ ഒരു ബന്ധവുമായി പൊരുത്തപ്പെടാൻ അവന് ഇതൊക്കെ ഉൾക്കൊള്ളാൻ അല്പം സമയം വേണ്ടിവരും. എങ്കിലും അവൻ നിന്നെ ഒട്ടും വിഷമിപ്പിക്കാതെ വളരെ സന്തോഷത്തോടെ നോക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അനനയും ശരി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് തലതാഴ്ത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നുവെങ്കിലും അവൾ മനസ്സിനെ ധൈര്യപ്പെടുത്തി സ്വയം നിയന്ത്രിച്ചു നിന്നു. സുജാതമ്മ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറന്ന് അഖിൽ അകത്തേക്ക് വന്നു. ഇരുവരും തമ്മിൽ ഒരു നിഗൂഢമായ നിശബ്ദത പടർന്നു പിടിച്ചു. മുറി മുഴുവൻ വെളിച്ചവും സുഗന്ധവും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അവിടുത്തെ അന്തരീക്ഷം വളരെ തണുപ്പുള്ളതും ഭാരമേറിയതുമായി തോന്നി. അനന്യ തൻ്റെ നോട്ടം നിലത്ത് തന്നെ ഉറപ്പിച്ചു. അഖിൽ വസ്ത്രം മാറി വന്ന് ജനലിനടുത്ത് വലിഞ്ഞു നിന്ന് പുറത്തെ വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇതെല്ലാം നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ?
അതോ മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടിയോ? അവനൊരു വിചിത്രമായ ചോദ്യത്തോടെ സംസാരിച്ചു തുടങ്ങി. ഇതിനുള്ള മറുപടി അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അനന്യ തലയുയർത്തി നോക്കി. അവളുടെ ശബ്ദം തളർന്നിരുന്നുവെങ്കിലും വളരെ വ്യക്തമായിരുന്നു. എനിക്കെൻ്റെ എല്ലാം മാതാപിതാക്കളുടെ അന്തസ്സാണെല്ലാം. ഈ വിവാഹം ഞാൻ അവരുടെ സന്തോഷത്തിനും അഭിമാനത്തിനും വേണ്ടി മാത്രമാണ് ചെയ്തത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അന്തസ്സാണ് എനിക്കെല്ലാം. അവരുടെ സന്തോഷത്തിനും അഭിമാനത്തിനും വേണ്ടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അത് കാത്തു സൂക്ഷിക്കാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. അഖിൽ വീണ്ടും അവളെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ നല്ല ഗൗരവമുണ്ടായിരുന്നു. നിന്നെ ഞാൻ എപ്പോഴും സന്തോഷിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ഈ വിവാഹ ജീവിതം നിന്റെ സ്വപ്നങ്ങളിലേതുപോലെ ആയിരിക്കുമെന്നോ ഉള്ള വാഗ്ദാനങ്ങളൊന്നും എനിക്ക് തരാൻ കഴിയില്ല. പക്ഷേ നിനക്കർഹമായ ബഹുമാനം ഞാൻ ഉറപ്പായും തരും. അത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അനന്യയ്ക്ക് ആശ്വാസമായി. അവൾ പതുക്കെ തലയാട്ടി. അത് മതി, അവൾ തൃപ്തിയോടെ ഓർത്തു. അവളെ സംബന്ധിച്ച് അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. കാരണം അവളുടെ ചേച്ചി ചെയ്ത കാര്യങ്ങൾക്ക് ശേഷം അവൾക്ക് ഇത്രയെങ്കിലും ബഹുമാനം കിട്ടുക എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. പക്ഷേ നിലവിൽ എന്നിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷകളൊന്നും വെക്കരുത്. അവൾക്കൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഉണ്ടാകരുത് എന്ന് അഖിലിന് നിർബന്ധമുണ്ടായിരുന്നു. അവൻ്റെ മനസ്സ് മനസ്സിലാക്കി അവൾ ഉടനെ തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ചേഞ്ചിങ് റൂമിലേക്ക് പോയി. ഒരു സാധാരണ ചുരിദാർ ധരിച്ചാണ് അവൾ പുറത്തേക്ക് വന്നത്. ആഭരണങ്ങളും മേക്കപ്പും എല്ലാം അവൾ മാറ്റിക്കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് അവളുടെ സ്വാഭാവികമായ രൂപം അവളെ കൂടുതൽ മനോഹരിയാക്കി കാണിച്ചു. ഒരു സൗന്ദര്യത്തിൻ്റെ കാര്യമെടുത്താൽ അമൃതയും സുന്ദരിയായിരുന്നു. വലിപ്പിച്ച് പറഞ്ഞാൽ അനന്യയേക്കാൾ കൂടുതൽ നിളക്കമുള്ള ചർമ്മമായിരുന്നു അമൃതയുടേത്. പക്ഷെ അനന്യയുടെ രൂപത്തിലുള്ള ആ ഒരു ആകർഷണവും ആത്മാർത്ഥതയും അമൃതയ്ക്ക് ഇല്ലായിരുന്നു. അതേ ആകർഷണമാണ് ഇപ്പോൾ അഖിലിൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലേക്ക് തിരിച്ചുവിട്ടത്. അഖിൽ പെട്ടെന്ന് തന്നെ തൻ്റെ നോട്ടം മാറ്റിക്കളഞ്ഞു. അവൻ്റെ ആ നോട്ടത്തിൻ്റെ തീവ്രത ശ്രദ്ധിച്ച അനന്യ പെട്ടെന്ന് തന്നെ കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് മാറിക്കിടന്നു. മറുവശത്ത് അഖിൽ ആലോചനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ രണ്ട് സഹോദരിമാർ തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് അവൻ ചിന്തിച്ചു. ഒരാൾ എല്ലാവരുടെയും മാനം കലക്കിയപ്പോൾ മറ്റൊരാൾ ആ മാനം കാത്തു സൂക്ഷിച്ചു. രാത്രിയുടെ നിശബ്ദതയും ഇരുട്ടും അവർക്കിടയിൽ വിചിത്രമായ അകലം കൂട്ടിക്കൊണ്ടിരുന്നു. അവൾ കട്ടിൽ ശാന്തമായി ഉറങ്ങുകയാണ്. പക്ഷെ അവളുടെ മുഖം കണ്ടാൽ നല്ല തളർച്ചയുള്ളതുപോലെയും ഭാവശൂന്യമായും തോന്നിപ്പിച്ചു. അവളുടെ സ്വപ്നങ്ങളെ ചവിട്ടിമെതിച്ചതുപോലെയും സ്വന്തം മനസ്സിലെ ആഗ്രഹങ്ങളുടെ ഭാരം അവൾ ചുമക്കുന്നതുപോലെയും തോന്നി. അഖിൽ മുറിയിലെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. അവൻ്റെ നോട്ടം ഉറങ്ങിക്കൊണ്ടിരുന്ന അനന്യയുടെ മുഖത്ത് തന്നെയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ കടന്നുപോയ നിമിഷങ്ങളുടെ ഓർമ്മകൾ വ്യക്തമായി കാണാമായിരുന്നു. അവൻ ഒരു മുതിർന്ന പക്വതയുള്ള വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പങ്കാളിയും അതുപോലെ പക്വതയുള്ളവരാണെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അനന്യക്ക് വെറും 18 വയസ്സ് മാത്രമാണുള്ളത്. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഈ വിവാഹത്തെയോ ഈ ബന്ധത്തിൻ്റെ ആയത്തെയോ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ ഓരോ കോണം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കണമെന്നായിരുന്നു അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അനന്യ അവനേക്കാൾ 15 വയസ്സ് ഇളയതാണ്. അവൾ ഇപ്പോഴും അവന് നിഷ്കളങ്കതയുടെയും കുട്ടിത്തത്തിൻ്റെയും പ്രതീകമായിട്ടാണ് തോന്നുന്നത്. ഈ ബന്ധം എത്ര കാലം മുന്നോട്ടു പോകും? എനിക്ക് പെൺകുട്ടിയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ കഴിയുമോ? അവൻ ഇതേക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു. അവൻ പതുക്കെ നടന്ന് തൻ്റെ റോങ്കിങ് ചെയറിനരികിലേക്ക് പോയി. കസേരയിൽ ഇരുന്ന് കാല് നീട്ടി അത് പതുക്കെ ആട്ടാൻ തുടങ്ങി. അവൻ്റെ കയ്യിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. അവനൊരു പുകയെടുത്ത് ശക്തമായി ശ്വാസം പുറത്തേക്ക് വിട്ടു. തൻ്റെ സങ്കടങ്ങളെല്ലാം ആ പുകയിൽ ഒഴുക്കിവിടാൻ ശ്രമിക്കുന്നത് പോലെ. അവൻ്റെ കണ്ണുകളിൽ വേദനയും ആശയക്കുഴപ്പവും വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ ശരിക്കും എന്താ ചെയ്തത്? ഈ കല്യാണം കഴിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. അവൻ വീണ്ടും വീണ്ടും സ്വയം ചോദിച്ചു കൊണ്ടേയിരുന്നു. തൻ്റെ ജീവിതം തികച്ചും പ്രയാസമേറിയ വഴിത്തിരിവിലേക്ക് എത്തിയതുപോലെ അവന് തോന്നി. ഈ പുതിയ ബന്ധത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താനാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈ വിവാഹം അവൻ്റെ പ്രതീക്ഷകൾക്ക് തികച്ചും വിപരീതമായാണ് സംഭവിച്ചത്. അവൻ അനന്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവളുടെ നിരപരാധിത്വവും പ്രായക്കുറവും ആവശ്യത്തിലധികമുള്ള ആശ്രയത്വവും അവനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു. സിഗരറ്റ് അവസാനത്തെ പുകയും വലിച്ച് അവൻ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ നോട്ടം വീണ്ടും അനന്യയിലേക്ക് നീണ്ടു. അവളപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുഖത്തെ ആ കുട്ടിത്തവും നിഷ്കളങ്കതയും കണ്ട് ഒരു നിമിഷം അവൻ തൻ്റെ വിധിയെ തന്നെ ശപിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് ഇതാണോ? അവൻ്റെ മനസ്സിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. ഈ ബന്ധം നിലനിർത്തുന്നതും ഈ പെൺകുട്ടിയോടൊപ്പം ജീവിതം പങ്കിടുന്നതും തനിക്കൊരു വലിയ പരീക്ഷണമാണെന്ന് അവനറിയാമായിരുന്നു. അവൻ തൻ്റെ കൈപ്പേറിയ ചിന്തകളെല്ലാം മാറ്റിവെച്ച് കട്ടിലിൻ്റെ മറുഭാഗത്തേക്ക് പോയി കിടന്നു. പക്ഷെ അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ആദ്യ രാത്രിയെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അത് വളരെ സ്വാഭാവികവുമാണ്.
പക്ഷെ എല്ലാം അവസാനിച്ചിരിക്കുന്നു. തൻ്റെ അരികിൽ കിടക്കുന്ന പെൺകുട്ടിയുമായി എത്ര ശ്രമിച്ചിട്ടും ഒരു ഭാര്യ ഭർത്ത ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിനെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. അവൻ്റെ തൊട്ടരികിൽ യൗവനയുക്തയായ ഒരു സുന്ദരി കിടക്കുന്നുണ്ട്. ആ ചിന്ത അവന് ഒട്ടും ഉറങ്ങാൻ അനുവദിച്ചില്ല. അവൻ അനന്യയുടെ വശത്തു നിന്നും മറുഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു നോക്കി. എന്തു തോന്നിയിട്ടാണോ എന്തോ അവൻ എഴുന്നേറ്റിരുന്ന് തനിക്കും അനന്യക്കും ഇടയിലായി തൻ്റെ 2 തലയിണകൾ വെച്ച് വീണ്ടും കിടന്നു. കല്യാണ തിരക്കുകൾ കാരണം അവൻ നന്നായി തളർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ ഇളം വെയിൽ തിളങ്ങുന്ന പ്രകാശകിരണങ്ങളാൽ മുറിയാകെ പടരുകയാണ്. അനന്യ പതുക്കെ കണ്ണുകൾ തുറന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. അവളുടെ മനസ്സ് ഇപ്പോഴും ഈ പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ തൻ്റെ അരികിലേക്ക് നോക്കിയപ്പോൾ ആ സ്ഥലം ശൂന്യമായിരുന്നു. അകൽ അപ്പോഴേക്കും മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ അവളും ഒരുങ്ങി പുറത്തേക്ക് വന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടിയൊതുക്കി ഡ്രസ്സ് ശരിയാക്കി താഴേക്ക് നടന്നു. അവിടെ അവൾ അഖിലിനെയും അമ്മ സുജാതയെയും അച്ഛൻ രാജേഷിനെയും കണ്ടു. അവർ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വന്നിട്ടുണ്ടായിരുന്നു. രാജേഷും സുജാതയും എഴുന്നേറ്റ് വന്ന് വളരെ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി. അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവിടെ ഇരുന്ന് നിശബ്ദയായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അപ്പോഴേക്കും തൻ്റെ ജോലികളിൽ തിരക്കിലായ അഖിൽ കുറച്ചകരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നോട്ടം അനന്യയുടെ നേർക്ക് നീണ്ടു. അവൻ്റെ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ പുതിയ ബന്ധം കാരണം തനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന മട്ടിലായിരുന്നു അവൻ്റെ നിൽപ്പും ഭാവവും. എന്നാൽ സുജാതമ്മയും രാജേഷും അനന്യയോട് വളരെ സ്നേഹത്തോടും ആത്മബന്ധത്തോടും കൂടിയാണ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൻ്റെ ഭാരം കുറച്ചു ലഘൂകരിക്കപ്പെട്ടു. തൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും തനിക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആ ചിന്ത അവൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. അഖിലിൻ്റെ ഈ കഠിനമായ പെരുമാറ്റം അവൾ കാലത്തിന് വിട്ടുകൊടുത്തു. അവൻ തന്നെ എത്രയോ ബഹുമാനത്തോടെയാണ് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവൾക്കത് മാത്രം മതിയായിരുന്നു. ആ ഒരു വികാരം അവൾക്കൊരിക്കലും മറക്കാനാവില്ല. പ്രഭാത ഭക്ഷണം കഴിഞ്ഞയുടൻ അഖിൽ തൻ്റെ കോട്ടുമെടുത്ത് ധരിച്ച് ഒന്നും മിണ്ടാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അനന്യ കുറച്ചു നേരം സുജാതമ്മയോടും രാജേഷിനോടുമൊപ്പം ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം അവൾ ഓരോ ജോലിയിൽ മുഴുകി സ്വയം തിരക്കിലാവാൻ ശ്രമിച്ചു. അഖിലിൻ്റെ മനസ്സ് ഇപ്പോഴും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് അവൾക്കറിയാം. എങ്കിലും തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു. അഖിലിൻ്റെ പെരുമാറ്റം എങ്ങനെയൊക്കെ ആയാലും തൻ്റെ ഭാഗത്തു നിന്ന് ഈ വീടിനോടും അഖിലിനോടും പൂർണ്ണമായ സ്നേഹവും സമർപ്പണവും നൽകാൻ അവൾ ഉറപ്പിച്ചു. ഇപ്പോൾ ഇതാണ് അവളുടെ യാഥാർത്ഥ്യം. അടുത്ത ദിവസം പുലർന്നതും വല്ലാത്തൊരു നിശബ്ദത്തിലേക്ക് അഖിലിൻ്റെ കല്യാണത്തിന് വേണ്ടി മാത്രമാണ് നിന്നിരുന്നത്. വീട്ടിലെ ജോലിക്കാർ സാധനങ്ങളൊക്കെ വണ്ടിയിൽ എടുത്തു വെക്കുകയാണ്. വീടിനുള്ളിലെ അന്തരീക്ഷമൊക്കെ കുറച്ച് കനപ്പെട്ടിരുന്നു. സുജാതമ്മ അനന്യ അരികിലേക്ക് വിളിച്ച് സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോളിക്കൊണ്ട് പറഞ്ഞു, മോളെ, ഇനിയിപ്പോൾ ഈ വീടിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ്. അഖിലിൻ്റെ സ്വഭാവം കുറച്ച് കടുപ്പമുള്ളതാണ്. നീ അതോർത്ത് വിഷമിക്കേണ്ട. പക്ഷെ അവൻ്റെ മനസ്സ് കീഴടക്കാനുള്ള ഒരേ ഒരു വഴി നിന്റെ ക്ഷമയും സ്നേഹവും മാത്രമാണ്. ദേവൻ നിന്നെ എപ്പോഴും സന്തോഷത്തോടെ നിർത്തട്ടെ. ആ അമ്മ വളരെ സ്നേഹത്തോടെ അവളെ ആശ്വസിപ്പിച്ചു പറഞ്ഞു. ശരി അമ്മേ, നിങ്ങളുടെ അവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇടറിയ തൊണ്ടയോടെ അവൾ പറഞ്ഞു. ഉള്ളിൽ ധൃതയുണ്ടായെങ്കിലും അവളുടെ മനസ്സിൽ ചില ഭയങ്ങളും ഉണ്ടായിരുന്നു. അച്ഛനും അനന്യയെ അനുഗ്രഹിച്ച് അഖിലിൻ്റെ അടുത്തേക്ക് വിളിച്ചു. രാവിലെ മുതൽ ഒരക്ഷരം മിണ്ടാതെ നിന്ന് അവൻ വന്ന് മുന്നിൽ നിന്നു. മോനെ, ഇനി മുതൽ അനന്യ നിന്റെ ഉത്തരവാദിത്തമാണ്. അവൻ നിന്റെ ഭാര്യയാണ്. അവളെ ബഹുമാനിക്കേണ്ടതും നന്നായി നോക്കേണ്ടതും നിന്റെ കടമയാണ്. ഞങ്ങൾ നിന്നെയുള്ള വിശ്വാസത്തോടെയാണ് പോകുന്നത്. വളരെ ഗൗരവമുള്ള ശബ്ദത്തിൽ അദ്ദേഹം അവനോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ശരി അച്ഛാ. അവൻ്റെ മുഖത്തും അതേ ഗൗരവം ഉണ്ടായിരുന്നു. അത് അന്തരീക്ഷത്തെ കൂടുതൽ നിശബ്ദമാക്കി. അവർ വണ്ടിയിൽ കയറിയപ്പോൾ അനന്യ അവർക്ക് യാത്രയപ്പ് നൽകി. ആ വണ്ടി ദൂരേക്ക് പോകുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു. അവരുടെ വാക്കുകൾ മനസ്സിലോർത്തുകൊണ്ട് തിരികെ മുറിയിലേക്ക് വരുമ്പോൾ അവളുടെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ വന്നു. എങ്ങനെയുള്ളതാണെങ്കിലും ഈ പുതിയ ജീവിതമായി പൊരുത്തപ്പെടാൻ അവൾ സ്വയം തയ്യാറെടുക്കുകയായിരുന്നു. അവൾ ഉള്ളിലേക്ക് പോയി സ്റ്റഡി റൂമിൽ ബിസിയായി. ഒന്നിനോടും ഒരു താല്പര്യവുമില്ലാത്തതുപോലെ അവൾ മുറിയിൽ ഒറ്റക്കായി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള പാത്രങ്ങൾ കഴുകി വെക്കാൻ അവൾ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴേക്കും അവൻ റെഡിയായി പതിയെ പോലെ വീട്ടിൽ നിന്നിറങ്ങി. അനന്യയോട് വളരെ സാധാരണ മട്ടിൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ വാതിലിനടുത്തേക്ക് നടന്നു. അവിടെ അവൻ്റെ വണ്ടി അപ്പോഴേക്കും തയ്യാറായി കിടപ്പുന്നുണ്ടായിരുന്നു. എപ്പോഴും ഉള്ളതുപോലെ അവൻ ശാന്തനായും ഗൗരവത്തോടെയുമാണ് കാണപ്പെട്ടത്. കല്യാണം കഴിഞ്ഞത് അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാത്തതുപോലെ. അകൽ പോകുന്നത് നോക്കി അനന്യ ഒരു ദീർഘശ്വാസം എടുത്തു. അകലിൻ്റെ ലോകം തൻ്റെ ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് അവൾക്കറിയാം. എങ്കിലും തൻ്റെ ഈ പുതിയ ജീവിതം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനം.
വാതിലടഞ്ഞതും അവൾ ചുറ്റുമൊന്നു കണ്ണോടിച്ചു. ഈ വീട് ഇപ്പോൾ അവളുടെ നിയന്ത്രണത്തിലാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവൾക്കാണ്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടെ നോക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. ആദ്യം വീട് മുഴുവൻ ഒന്ന് നടന്നു കാണാൻ അനന്യ തീരുമാനിച്ചു. അവിടെയുണ്ടായിരുന്ന മോഡേൺ ഫർണിച്ചറുകളും മനോഹരമായ വിളക്കുകളും ആ വീടിന് ഒരു രാജകീയ പ്രൗഢി നൽകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൾ ഓരോ മുറിയിലേക്കായി നടന്നു. ജനലുകളെല്ലാം തുറന്നിട്ട് വെളിച്ചം അകത്തേക്ക് കടത്തിവിട്ടു. എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് അവൾ നോക്കിക്കണ്ടു. പിന്നീട് അടുക്കളയിലേക്ക് ചെന്ന് അവിടുത്തെ ജോലിക്കാരിയായ മാലതിയോട് പറഞ്ഞു, അടുക്കള പോയി നല്ല വൃത്തിയായി സൂക്ഷിക്കണം. വൃത്തിയാണ് ഏറ്റവും പ്രധാനം. എല്ലാ ദിവസവും രാവിലെ തന്നെ സാധനങ്ങളെല്ലാം കൃത്യമായി നോക്കണം. അഖിൽ സാറിനൊരു പരാതിക്കും ഇടവരുത്തരുത്. ശരി മോളെ, ഞങ്ങൾ എല്ലാ സമയത്തിന് തന്നെ ചെയ്തോളാം, മാലതി വളരെ ബഹുമാനത്തോടെ പറഞ്ഞു. വീട് മുഴുവൻ ഒന്ന് ചുറ്റിക്കണ്ടതിന് ശേഷം അവൾ നേരെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. അവൾ വൈകുന്നേരം ആകെ ക്ഷീണിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി. പകൽ മുഴുവൻ അധ്വാനിച്ചതിൻ്റെ ക്ഷീണം അവൻ്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. അവൻ മിണ്ടാതെ തൻ്റെ കൂട്ടൂരി സോഫയിലേക്കിട്ട് അവിടെ വന്നിരുന്നു. അവൻ്റെ മനസ്സാകെ അസ്വസ്ഥതയും ഭാരമേറിയതുമായിരുന്നു. അനിനെ അവൻ അകത്തേക്ക് വരുന്നത് കണ്ടതും പെട്ടെന്ന് തന്നെ ഭക്ഷണം എടുത്തു വെക്കാനുള്ള തിരക്കിലായി. കുറച്ച് സമയത്തിനുള്ളിൽ അവൾ ഭക്ഷണമുള്ള ട്രേയുമായി അവൻ്റെ അടുത്തേക്ക് വന്നു. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ മേശപ്പുറത്ത് ഭക്ഷണം എടുത്തു വെച്ചിട്ട് അവൾ ഒരു വശത്തായി മാറി നിന്നു. അഖിൽ അവളൊന്ന് നോക്കിയെങ്കിലും ഒന്നും മിണ്ടാതെയിരുന്നു. അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിൽ പെട്ടെന്നൊന്ന് നിർത്തിയിട്ട്, കുറച്ച് കാപ്പി കൂടി എടുത്തു തരാം. അനന്യ അവനെ ഒന്ന് നോക്കിയിട്ട് കാപ്പി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ചൂടുള്ള ഒരു കപ്പ് കാപ്പിയുമായി വന്ന് അഖിലിൻ്റെ മുന്നിൽ വെച്ചു. അവൻ ഒന്നും മിണ്ടാതെ ആ കപ്പെടുത്ത് കാപ്പി കൊടുക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ അവൻ്റെ നോട്ടം അനന്യയുടെ നേർക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ കണ്ണു മാറ്റിക്കളയും. രണ്ടുപേരുടെയും മനസ്സിലിപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥതകളാണ്. അവൻ ഉടനെ തന്നെ അവിടെ നിന്ന് മാറി സ്വന്തം മുറിയിലേക്ക് പോയി കിടന്നു. ക്ഷീണം കാരണം അവൾ പെട്ടെന്ന് തന്നെ നല്ല ഉറക്കത്തിലേക്ക് വീണു. മറുഭാഗത്ത് അഖിലിന് ഇപ്പോഴും ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ സോഫയിലിരുന്ന് ആലോചനകൾ മുഴുകിയിരിക്കുകയാണ്. അവൻ്റെ മനസ്സും തലച്ചോറും തമ്മിൽ ഒരു വലിയ പോരാട്ടം തന്നെ നടക്കുകയായിരുന്നു. അവൻ സ്വയം ചോദിച്ചു, സത്യത്തിൽ എന്തിനാണ് ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് ഇങ്ങനെ അകന്നു മാറി നിന്ന് സങ്കടപ്പെടുന്നത്? അനന്യ ഇപ്പോൾ തൻ്റെ ജീവിത പങ്കാളിയാണ്, സ്വന്തം ഭാര്യയാണ് എന്ന സത്യം അവന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. ഇതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അനന്യയുടെ അടുത്തേക്ക് ചെന്നു. അവളപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് അവൻ ഒന്ന് നോക്കി. പ്രായത്തിൽ ചെറുതാണെങ്കിലും അവൾ അതീവ സുന്ദരിയാണ്. പോരാത്തത്തിന് തൻ്റെ ഭാര്യയും. അവൾ കറുത്ത നിറമുള്ള ഒരു നൈറ്റ് സൂട്ടാണ് ധരിച്ചിരുന്നത്. അവളുടെ കുപ്പായം വയറിന് മുകളിലേക്ക് അല്പം നീങ്ങിക്കിടന്നിരുന്നു. അവിടെ അവളുടെ മനോഹരമായ നായ് വ്യക്തമായി കാണാമായിരുന്നു. അഖിലിൻ്റെ ചുണ്ടുകൾ ഒന്ന് വിറച്ചു. അവൻ്റെ വികാരങ്ങൾ ഒരു തീപ്പൊരി പടർന്നു. അവൾ അവൻ്റെ ഭാര്യയാണ്. അവളുമായി അവന് നിയമപരമായ ബന്ധമുണ്ട്. അങ്ങനെയിരിക്കെ അവൻ എന്തിനാണ് അവളിൽ നിന്നും അകന്നു നിൽക്കേണ്ടത്? അവൾ പൂർണ്ണമായും അവൻ്റേത് മാത്രമല്ലേ? അവൻ്റെ ആത്മനിയന്ത്രണം പാടെ തകർന്നു പോയി. ശരീരത്തിലെ ഓരോണവും വികാരങ്ങളാൽ നിറഞ്ഞു. പതുക്കെ അവളുടെ അരികിലിരുന്ന് അവൻ തൻ്റെ കൈ വളരെ മൃദുവായി അവളുടെ വയറിൽ വെച്ചു. പതുക്കെ തലോടിക്കൊണ്ട് അവളുടെ മേനിയുടെ മൃദുത്വം അവൻ ആസ്വദിച്ചു. അനന് ചെറുതായിട്ടൊന്ന് കണ്ണു തുറന്നു. പക്ഷേ വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. അഖിലിൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിൽ നിന്നു. അടുത്ത നിമിഷം തന്നെ അവൻ കുനിഞ്ഞ് അനന്യയുടെ ചുണ്ടുകളെ പതിയെ ചുംബിച്ചു. തൻ്റെ മനസ്സിൽ എരിയുന്ന വികാരങ്ങളെ അവളുടെ ആ രൂപത്തിലൂടെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു അത്. അനന്യ അവൻ്റെ ഈ വിചിത്രമായ സ്പർശനത്തിൽ ഞെട്ടിയുണർന്നു. അവളുടെ മുഖത്ത് ഭയവും അത്ഭുതവും നിറഞ്ഞിരുന്നു. അവൾ ഉറക്കെ നിലവിളിക്കുന്നതിന് മുമ്പ് തന്നെ അഖിൽ വേഗത്തിൽ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. മിണ്ടാതിരിക്കും, പേടിക്കേണ്ട, ഒന്നുമില്ല, ഇത് ഞാനാണ്. അവൻ്റെ ശബ്ദം താഴ്ന്നതായിരുന്നു. അതിലൽപ്പം കാർക്കശ്യവും ഒപ്പം കുറച്ച് മൃദുത്വവും കലർന്നിട്ടുണ്ടായിരുന്നു. അഖിൽ പതുക്കെ അവളുടെ വായിൽ നിന്ന് കൈയെടുത്ത് മുറിയിലെ ലൈറ്റുകളെല്ലാം അണച്ചു. മുറി ഇരുട്ടിലേക്ക് വഴുതി വീണു. അവൻ അവളെ തൻ്റെ നേർക്ക് തിരിച്ചു. അനന്യയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഇരുട്ടിൽ അവളുടെ നേർത്ത കരച്ചിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങി. ആ ഇരുട്ട് അഖിലിൻ്റെ തീവ്രമായ വികാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അവൻ തൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അനന്യ തീർത്തും നിസ്സഹായായിരുന്നു. അഖിലിനെ തടയണമെന്ന് അവൾ വിചാരിച്ചെങ്കിലും മൗനമായി നിന്നുപോയി. അവളുടെ കണ്ണീർ ആ നിസ്സഹായതയെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അഖിലിൻ്റെ പെരുമാറ്റം പരിധി ലംഘിക്കാൻ തുടങ്ങി. അനന്യ നിമിഷങ്ങളുടെ തീവ്രത സഹിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അവൻ്റെ ഈ കഠിനഭാവം കണ്ട് അവൾ പെട്ടെന്ന് ഭയന്നുപോയി. അവളുടെ വാക്കോ പ്രതിരോധമോ ഒന്നും അവനിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. അവന് മറ്റൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെ നിഷ്കളങ്കതയോ അവളുടെ പ്രായക്കുറവോ അമൃതത്വമോ ഒന്നും അവൻ്റെ കണ്ണിൽപ്പെട്ടില്ല. അവൻ നല്ല കരുത്തുറ്റ ശരീരമുള്ളവനായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഈ അതിരുകളിൽ വരെ നീളുമെന്ന് അവൾക്കറിയില്ലായിരുന്നു.
എന്നാൽ ഇന്ന് അഖിൽ തന്നിലേക്ക് ഇത്രയധികം അടുക്കുമ്പോൾ അവൾ ഉരുകിപ്പോവുകയായിരുന്നു. അവളുടെ അമൃതത്തെ ചുംബിച്ചുകൊണ്ട് അവൻ സ്വയം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ ഈ ആവേശത്തിനിടയിൽ ഒരു കഠിനമായ വേദന കൂടി സഹിക്കേണ്ടി വരുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളെ പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ വികാരങ്ങളുടെ മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അവനിനി സ്വയം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അവൻ അവളുടെ ആലോകത്തിലേക്ക് ലയിച്ചു തീർന്നു. അതവന് വലിയൊരു ശാന്തിയാണ് നൽകിയത്. എന്നാൽ അവൾ മാത്രം വല്ലാതെ തളർന്നു പോയിരുന്നു. കട്ടിലിൽ കിടക്കുന്ന തൻ്റെ കൊച്ചു ഭാര്യയുടെ ആ പവിത്രതയുടെ അടയാളങ്ങൾ കണ്ട് അവൻ വിചിത്രമായ തൃപ്തി തോന്നി. അവൾ ശരിക്കും ഒട്ടും നിഷ്കളങ്കയും പവിത്രയുമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേടികളും എല്ലാം അതോടെ തനിയെ മാറിപ്പോയി. അമൃത അവൻ്റെ മനസ്സിനേൽപ്പിച്ച മുറിവുകൾ അനന്യ ഇപ്പോൾ പൂർണ്ണമായി ഉണക്കിയിരുന്നു. ഇപ്പോൾ അവൻ അവളുടെ അന്തസ്സും വിലയും പൂർണ്ണ മനസ്സോടെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ശാന്തമായി ഉറങ്ങിപ്പോയി. പ്രഭാതത്തിൻ്റെ ഇളം വെളിച്ചം മുറിയിലാകെ പടർന്നു കഴിഞ്ഞിരുന്നു. എങ്കിലും അനന്യയുടെ കണ്ണുകളിൽ തലേ ദിവസം രാത്രിയിലെ ആ ഭയം ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അവൾ കട്ടിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു. സ്വന്തം നെഞ്ചെടുപ്പ് നിയന്ത്രിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അഖിൽ അപ്പോഴേക്കും ഉണർന്നിരുന്നു. സോഫയിലിരുന്ന് പത്രം വായിക്കുകയാണ് അവൻ. അവൻ്റെ മുഖത്ത് നല്ല ശാന്തതയുണ്ടായിരുന്നു. രാത്രി നടന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ അവൻ മറന്നതുപോലെ തോന്നിച്ചു. അനന്യ ശബ്ദമുണ്ടാക്കാതെ ബാത്റൂമിലേക്ക് നടന്നു. അരമണിക്കൂറിന് ശേഷം അവൾ ഫ്രഷായി പുറത്തു വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അടുക്കളയിലേക്ക് പോയി. അവൾ പോകുന്നത് അഖിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അനന്യയുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവന് കൃത്യമായി മനസ്സിലായിരുന്നു. കഴിഞ്ഞ രാത്രി അവൾ അത്രത്തോളം വേദന അനുഭവിച്ചുവെന്നും അവനറിയാം. പക്ഷെ അവൻ പൂർണ്ണമായും നിസ്സഹായനായിരുന്നു. എങ്കിലും എന്നായാലും ഒരു ദിവസം ഈ ഒരു ബന്ധം ഉണ്ടാകേണ്ടത് തന്നെയാണല്ലോ. അനന്യയുടെ മനസ്സിൽ നിന്നുള്ള ഈ ഭയം മാറ്റിയെടുക്കുക തന്നെ വേണം. എന്തു തന്നെയായാലും അഖിലിൻ്റെ മനസ്സിൽ അനന്യക്കുള്ള സ്ഥാനം ഇപ്പോൾ വളരെ ഉയരത്തിലാണ്. ആ കാര്യം അനന്യയും അധികം വൈകാതെ തന്നെ തിരിച്ചറിയും. അഖിൽ ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നതും അനന്യ വേഗത്തിൽ ഫുഡ് കൊണ്ടുവന്ന് അവൻ്റെ മുന്നിൽ വെച്ചു. അഖിൽ മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് പറഞ്ഞു, നീ നിൻ്റെ കോളേജ് പഠനം വീണ്ടും തുടങ്ങിക്കോ. നിൻ്റെ പഠിത്തം പൂർത്തിയാക്കുന്നതിൽ എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അത്ഭുതപ്പെട്ടു പോയി അവൻ പെട്ടെന്ന്. അവളുടെ പഠിത്തത്തിന് എങ്ങനെ സമ്മതിച്ചു? സത്യത്തിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹരിശങ്കർ പറഞ്ഞിരുന്നു, അനന്യയ്ക്ക് ഒരു ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം. അത് അവളുടെ വലിയൊരു സ്വപ്നമാണ്. അതുകൊണ്ട് അവളുടെ പഠിത്തം പാതി വഴിയിൽ മുടക്കരുത്. അത് പൂർത്തിയാക്കാൻ അനുവദിക്കണം. എന്നെന്ന് അയാൾ വളരെ കർക്കശമായി നിരസിച്ചതല്ലേ. അവളെ മറ്റൊരു അമൃതയാകാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു മാറ്റം വന്നത്? നിങ്ങൾ ശരിക്കും സമ്മതിക്കുകയാണോ? അവൾ ആശ്ചര്യത്തോടെ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ ഈ സ്വപ്നം വഴിയിൽ വെച്ച് ഇല്ലാതാക്കരുത്. അഖിൽ കയ്യിലിരുന്ന പത്രം മാറ്റി വെച്ചുകൊണ്ട് ലളിതമായി മറുപടി നൽകി. അത് കേട്ടതും അനന്യയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. പക്ഷേ ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. സന്തോഷമടക്കാനാവാതെ അവൾ പറഞ്ഞു. അവളുടെ സന്തോഷം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നാൽ കണ്ണുകൾ ആനന്ദക്കണ്ണിൽ നിറയുന്നുണ്ടായിരുന്നു. അഖിൽ അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി നിന്നു. അയാളുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക ശാന്തത കടന്നു വന്നു. ഇന്നലെ രാത്രി അഖിൽ കാരണം അവൾക്കുണ്ടായ ആ വേദന, അതുവരെ ഉണ്ടായിരുന്ന ഭാരമെല്ലാം പഠിക്കാൻ അനുവാദം കിട്ടിയതോടെ അനന്യയുടെ മുഖത്തു നിന്ന് മാഞ്ഞുപോയി. അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അവൻ പോയതും അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. വൈകുന്നേരം ഒരു 7 മണിയോടെ അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തി. അവൾ അവൻ്റെ വണ്ടിയുടെ ഹോൺ ശബ്ദം കേട്ടത് തന്നെ കേട്ടിരുന്നു. അവൻ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മുഖത്തൊരു പ്രത്യേക ഉയരം വ്യക്തമായി കാണാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അഖിൽ സോഫയിൽ ഇരുന്നു കൊണ്ട് അവളെ അടുത്തേക്ക് വിളിച്ചു. ഇതാ നിന്റെ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ഫോം. ഇന്ന് രാവിലെ തന്നെ ഞാൻ പോയി ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് പൂരിപ്പിച്ച് തന്നേക്ക്. നാളെ നമുക്കത് സബ്മിറ്റ് ചെയ്യാം. അനന്യ വേഗം തന്നെ ചായ മേശപ്പുറത്ത് വെച്ചിട്ട് അത്ഭുതത്തോടെ ആ ഫോം കയ്യിലെടുത്തു. നിങ്ങൾ ശരിക്കും എനിക്ക് അഡ്മിഷൻ എടുത്തു തന്നതാണോ? അഖിൽ തൻ്റെ കോട്ടിൻ്റെ ബട്ടൺസ് അയച്ചുകൊണ്ട് ഒരു ചിരിയോടെ മറുപടി നൽകി. അതെ,